ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഹദ്ദാദ് റാത്തീബിൻ്റെ 7-ാമത്തെ ദിക്റാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്റിൻ്റെ മഹത്വവും ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ഈ ദിക്ർ പതിവാക്കണം. അങ്ങനെ പതിവാക്കിയാൽ പെട്ടെന്നുള്ള ദുരന്തങ്ങളെ തൊട്ട് ഉള്ള ഒരു കാവൽ അല്ലാഹു തആല അവന് കൊടുക്കും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ സലാസ മറാത്തിൻ 3 പ്രാവശ്യം ലം തുസിബുഹു ഫജ്അതു ബലാഇൻ ഹത്താ യുസ്ബിഹ, നേരം പുലരുന്നത് വരെ പെട്ടെന്നുള്ള ദുരന്തങ്ങൾ അവന് ഉണ്ടാവുകയില്ല, സംഭവിക്കുകയില്ല. ഫജ്അതു ബലാ മുസീബത്ത്, ബലാ എടങ്ങേറുകൾ, പരീക്ഷണങ്ങൾ, ദുരന്തങ്ങൾ. ഫജ്അത്ത് പെട്ടെന്ന് വരുന്ന ബലാഉകൾ അവന് സംഭവിക്കുകയില്ല. വമൻ ഖാലഹ ഹീന യുസ്ബിഹു, പ്രഭാതത്തിൽ ആരെങ്കിലും ഇത് പറഞ്ഞാൽ, ഇത് ചൊല്ലിയാൽ സലാസ മറാത്തിൻ 3 പ്രാവശ്യം ലം തുസിബുഹു ഫജ്അതു ബലാഇൻ ഹത്താ യുംസിയ, വൈകുന്നേരം വരെയും പെട്ടെന്നുള്ള ദുരന്തങ്ങൾ അവന് സംഭവിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂദാവൂദ്, ഇമാം തുർമുദി, ഇമാം ഇബ്നു മാജ ഇവരൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹദ്ദാദിലെ ദിക്ർ വൈകുന്നേര സമയത്ത് 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലാറുണ്ട്. അതുകൊണ്ട് മാത്രമായില്ല, പ്രഭാതത്തിലും അത് ചൊല്ലുക. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്, അള്ളാഹുവിനെ കൊണ്ട്. അല്ലതേ, എങ്ങനെയുള്ള അള്ളാഹുവാണ്. ലാ യദുറു മഅ ഇസ്മിഹി, അവൻ്റെ ഇസ്മിനോടൊപ്പം പ്രയാസപ്പെടുത്തുകയില്ല. ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ, ഭൂമിയിലും ആകാശത്തിലുമുള്ള ഒരു വസ്തുവും പ്രയാസപ്പെടുത്തുകയില്ല. അങ്ങനെയുള്ള അള്ളാഹു. അള്ളാഹുവിൻ്റെ ഇസ്മിനോടൊപ്പം, അള്ളാഹുവിൻ്റെ നാമത്തിനോടൊപ്പം ആകാശങ്ങളിലും ഭൂമിയിലും ഒരു വസ്തുവും പ്രയാസപ്പെടുത്തൂല, ഒരു വസ്തുവിനും ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ ഇസ്മിനോടൊപ്പം. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ട്, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ അർത്ഥം മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം ആ ദിക്റിൻ്റെ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ട് ഹദ്ദാദിലൂടെ അത് പതിവാക്കുമ്പോൾ ഒരു വലിയ പാഠം കൂടി നമുക്ക് കിട്ടുകയാണ്. അതിലുപരി വലിയ കാവലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുകയാണ്. അള്ളാഹു തആല അതൊക്കെ നിരന്തരം നിത്യമായി ജീവിതത്തിൽ പകർത്താനും ഉരുവിടാനുമൊക്കെ പഠിച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഇസ്മിനോടൊപ്പം ആകാശഭൂമികളിലുള്ള ഒരു വസ്തുവും പ്രയാസപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ ഗണത്തിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും സഹോദരങ്ങൾ തുടങ്ങിയ എല്ലാ ബന്ധുമിത്രാദികളെയും നമ്മെ സ്നേഹിക്കുന്നവരെയും സഹായിച്ചവരെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.